സ്വർണ്ണപ്പാളി മോഷണത്തിൽ കടുത്ത സമരത്തിലേക്ക് കോൺഗ്രസ് കടക്കുകയാണ്. സംസ്ഥാന വ്യാപകമായി 4 മേഖലാ ജാഥകൾ നടത്തുമെന്നാണ് ഏറ്റവും പുതിയ വിവരം. പന്തളത്ത് ജാഥകൾ സമാപിച്ച് മഹാസമ്മേളനം നടത്തും. KPSC രാഷ്ട്രീയകാര്യ സമിതിയിലാണ് തീരുമാനം. പുനഃസംഘടനാ വിഷയത്തിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു. സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടു. സൈത്ത് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. സൈത്ത്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സമരരംഗത്തേക്കാണ്. പന്തളമാണ് വേദി. വലിയ സമര പരിപാടികളിലാണോ ആസൂത്രണം ചെയ്യുന്നത്? തീർച്ചയായും ഇത് കോൺഗ്രസിനും UDF-നെ സംബന്ധിച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമാണ് പുതിയ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ. അതുകൊണ്ട് പരമാവധി അതിനെ ഉപയോഗിക്കാനാണ് ഇന്ന് ചേർന്ന KPCC-യുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലുണ്ടായ തീരുമാനം. 4 മേഖലാ ജാഥകൾ നടത്തും. ഈ 4 മേഖലാ ജാഥകളും പന്തളത്ത് സംഗമിക്കും. ശബരിമലയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഇടമാണ് പന്തളം. അതുകൊണ്ട് തന്നെ പന്തളത്ത് സംഗമിച്ചുകൊണ്ട് ഇത് വലിയ ശക്തമായ പ്രതിഷേധമായി സർക്കാരിനെതിരെ നീക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. നാളെ UDF യോഗം ചേരുകയാണ്. UDF യോഗത്തിലും ഈ തീരുമാനം റിപ്പോർട്ട് ചെയ്ത് UDF-ന്റെ ഒരു പൊതുവായ ക്യാമ്പയിൻ തന്നെയായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നീക്കം. സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമം, ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായി സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമം, പിന്നീട് ഹൈന്ദവ സംഘടനകൾ, പ്രത്യേകിച്ച് ഈ സംഘപരിവാർ സംഘടനകൾ BJP-യുടെ പിന്തുണയോടെ പന്തളത്ത് നടത്തിയ ബദൽ സംഗമം, ഇതിന് രണ്ടിനും ഇടയിൽ കോൺഗ്രസിനും UDF-നും കാഴ്ചക്കാരായി നിൽക്കേണ്ടി വന്നു. അതിനു കൂടിയുള്ള മറുപടി എന്ന രീതിയിലാണ് കോൺഗ്രസും UDF-ഉം ഈ നീക്കത്തെ കാണുന്നത്. 4 മേഖലാ ജാഥകൾ നടത്തി അത് പന്തളത്ത് സംഗമിച്ചുകൊണ്ടുള്ള പുതിയൊരു രാഷ്ട്രീയ നീക്കമാണ് കോൺഗ്രസ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പുതിയ സാഹചര്യത്തിൽ സർക്കാരിനെതിരെ നടത്താൻ കഴിയുന്ന ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ആയുധം എന്നതാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ തിരിച്ചറിയുന്നത്. പ്രത്യേകിച്ച് ഭൂരിപക്ഷ വിഭാഗങ്ങളുമായി അടുക്കാനുള്ള CPM-ന്റെയും ഇടതുമുന്നണിയുടെയും ശ്രമങ്ങൾക്ക് നൽകാൻ കഴിയുന്ന വലിയൊരു തിരിച്ചടിയായി കൂടി ഇതിനെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഹൈക്കോടതിയിൽ നിന്നും വലിയ പരാമർശങ്ങൾ കൂടി വന്ന പശ്ചാത്തലത്തിൽ ശക്തമായി ഇത് ഉന്നയിക്കുക. നാളെ നിയമസഭ ചേരുകയാണ്. നിയമസഭയിൽ വീണ്ടും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ UDF-ന്റെ നീക്കം. സ്വാഭാവികമായും ഇതിൻ്റെ നീക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. നാളെ UDF യോഗം ചേർന്ന് ഇതിൻ്റെ തുടർ സമര പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യും. സൈത്ത് വിവരങ്ങൾ പങ്കുവച്ചു. ഇതിനിടയിൽ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പുറത്തു വന്നു. അധിക സ്വർണം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അനുമതി തേടി. ഇതിനായി 2019 ഡിസംബറിൽ 2 ഇമെയിൽ സന്ദേശങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിവാഹ ആവശ്യത്തിന് ഉപയോഗിക്കാനാണ് അനുമതി തേടിയത്. ഇത് ആശങ്ക ഉണ്ടാക്കുന്നത് എന്ന് ഹൈക്കോടതി പറയുകയാണ്. വളരെ കൃത്യമായ ക്രമക്കേടുകൾ പല ദേവസ്വം പ്രസിഡന്റുമാർക്കും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡിലെ പല പ്രമുഖർക്കും അറിയാമായിരുന്നു എന്നൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. CN പ്രകാശ്, എന്താണ് ഇതിൽ കോടതി കണ്ടെത്തിയിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ? രഞ്ജിത്ത്, ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സമഗ്രമായ രഹസ്യ അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാനാണ് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടത്. ഈ ഉത്തരവിന്റെ വിശദാംശങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമല ദ്വാരപാലക പാളികളിലെ സ്വർണ്ണ കവർച്ച, ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ വിശദാംശങ്ങളാണ് ഇനി പറയുന്നത്. വ്യക്തത വരുത്തുന്ന കുറ്റകൃത്യങ്ങളിൽ കേസെടുത്ത് അന്വേഷിക്കണം. അന്വേഷണം പൂർത്തിയാക്കാൻ പ്രത്യേക സംഘത്തിന് 6 ആഴ്ച സമയം നൽകിയിരിക്കുന്നു. ദേവസ്വം ബോർഡിന്റെ എല്ലാ രേഖകളും പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കണം. 2019 മുമ്പ് ശേഷവുമുള്ള സ്വർണ്ണപ്പാളിയുടെ ചിത്രങ്ങളടക്കം ഒത്തുനോക്കാനായി ദേവസ്വം വിജിലൻസിന് അനുമതി നൽകിയിട്ടുണ്ട്. സ്ട്രോങ് റൂമിലെ മുദ്രവച്ച പാളികളും പരിശോധിക്കണമെന്നും അനുമതി നൽകിയിരിക്കുന്നു. 2019-ലെയും 2025-ലെയും സ്വർണ്ണപ്പാളികളുടെ ചിത്രങ്ങളിൽ വ്യത്യസ്തം ഉണ്ടെന്ന് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലുണ്ട്. 1999-ൽ വിജയമല്യ ശില്പങ്ങളിൽ ആവരണം ചെയ്ത് 1.564 കിലോഗ്രാം സ്വർണമാണ് നൽകിയിട്ടുള്ളത്. 1999-ൽ സ്വർണം പൂശാൻ ഉപയോഗിച്ചത് പരമ്പരാഗതമായ രീതിയെന്നും ഹൈക്കോടതി കണ്ടെത്തി. അന്വേഷണ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം പുറത്തുവിടുന്നതിന് ഹൈക്കോടതിയുടെ വിലക്കും ഉണ്ട്. ലഭിക്കുന്ന പുതിയ പരാതികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണം. വിജിലൻസ് അന്വേഷണം വെള്ളിയാഴ്ചക്കകം പൂർത്തിയാക്കണം. വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച് പ്രത്യേക അന്വേഷണ സംഘം തുടർ നടപടികൾ സ്വീകരിക്കണം. വിജിലൻസ് റിപ്പോർട്ട് അനുസരിച്ച് പ്രഥമദൃഷ്ട്യാ കുറ്റകൃത്യം ഉണ്ട് എന്നാണ്. അതായത് മോഷണം നടന്നിട്ടുണ്ട് പ്രകാശ്, മോഷണം ഉണ്ടായിട്ടുണ്ട്, സ്വർണം കുറഞ്ഞിട്ടുണ്ട്. അത് വളരെ കൃത്യമായി കോടതി മനസ്സിലാക്കിയിരിക്കുന്നു എന്നതാണ് ഇതിന്റെ ആത്യന്തികമായ റിസൾട്ട്, അല്ലേ? വിജിലൻസ് റിപ്പോർട്ടിനനുസരിച്ച് പ്രഥമദൃഷ്ട്യാ കുറ്റകൃത്യം ഉണ്ട് എന്ന നിരീക്ഷണമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക ശില്പപാളികൾ കൈമാറിയത് ചട്ട ലംഘനമാണ്. സ്വർണ്ണ ആവരണമുള്ള പാളികൾ മനഃപൂർവ്വം
ചെമ്പുപാളി എന്ന് എഴുതി ചേർത്തു. അധിക സ്വർണം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അനുമതി തേടി. ഇതിനായി 2019 ഡിസംബറിൽ 2 ഇമെയിൽ സന്ദേശങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയിച്ചു. മകളുടെ വിവാഹാവശ്യത്തിന് ഉപയോഗിക്കാനാണ് അനുമതി തേടിയത്. ഇത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്നും ഹൈക്കോടതി ഈ വിധിയിൽ പറയുന്നു. ഇത് ഇടക്കാല ഉത്തരവാണ്. അതാണ് സാഹചര്യം. ഏതായാലും സ്വർണ്ണപ്പാളി കേസിൽ ഇടക്കാല ഉത്തരവിന്റെ വിശദാംശങ്ങളിൽ പോറ്റിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുണ്ട്. അധിക സ്വർണം ഉപയോഗിക്കാൻ അനുമതി തേടി എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിന് ഇമെയിൽ സന്ദേശം അയച്ചു എന്ന് പറയുമ്പോൾ ആരും അറിയാതെയല്ല ഈ സംഭവങ്ങൾ നടന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വരികയാണ്. കുറേ അധികം തലകൾ ഉരുളും എന്ന് മനസ്സിലാക്കണം. നമുക്ക് ഇന്നത്തെ പഞ്ച്